ഹായ്! ഇന്ന് നമ്മള് ലൗലേക്ക് പോവാട്ടോ. യുഎഇയില് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ട് തന്നെ ഒരുപാട് ആൾക്കാര് ഇതേപോലെ ക്യാമ്പിങ്ങിനും ബാർബിക്യൂബ് ചുടാനൊക്കെ പോവുട്ടോ. നാഷണൽ ഡേ ആയതുകൊണ്ട് 3 ഡേയ്സ് അടുപ്പിച്ച് ലീവ് കിട്ടിയോണ്ട് അപ്പൊ ഈ ഒരു ടൈമിന് പോവാന് ഞങ്ങള് വിചാരിച്ചത് ട്ടോ. അപ്പൊ ഞങ്ങള് ഫാദിക്കൊരു ജാക്കറ്റ് വാങ്ങാനാട്ടോ ഇവിടെ നിർത്തിയത്. പക്ഷേ ശരിക്കും ഞങ്ങൾ ഈ റോട്ടിനല്ല വരേണ്ടത്. എക്സിറ്റ് എടുക്കാതെ വർത്താനത്തിൻ്റെ ഇടയിൽ ശ്രദ്ധ മാറിയോണ്ടാട്ടോ ഇവിടെ നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജാക്കറ്റ് വാങ്ങാനും പറ്റി. അപ്പൊ തണുപ്പൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ട്ടോ ജാക്കറ്റിന്റെ. അപ്പൊ ഫാദിക്ക് ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്യാട്ടോ നമ്മളെ യാത്ര. ശരിക്കും ഈവനിങ് ഇറങ്ങാംന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങള് ഭയങ്കര നിന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതാണ് നൈറ്റായത്. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ റോഡ് കഴിഞ്ഞ് പിന്നെ ഓഫ് റോഡാട്ടോ. ഓഫ് അപ്പൊ ഞങ്ങള് ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കാട്ടോ. കുറേ നോക്കി പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കിട്ടണില്ല. അതേപോലെ ഞാൻ ലീവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ അന്വേഷിച്ചിട്ടും നമുക്ക് പറ്റിയ സ്ഥലം അങ്ങോട്ട് കിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതേപോലെ ഓരോരുത്തരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കണോണ്ട് തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ സ്ഥലം കിട്ടിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം പ്രൈവസി ഒക്കെ ഉള്ള പോലത്തെ അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാട്ടോ കിട്ടിയത്. പിന്നെ പല നാഷണാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ട്ടോ. ഒരുപാട് ആൾക്കാരും പിന്നെ ഒച്ചത്തില് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലൈറ്റും ഫയറും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറേ നല്ലൊരു പോസിറ്റീവ് വൈബേനി ട്ടോ. അപ്പുറത്ത് മലയാളം സോങ് ആണെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദി, തമിഴ് അങ്ങനെ പല സോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ട്ടോ. അപ്പൊ ഇതാ മോർണിംഗിലുള്ള വ്യൂ ആട്ടോ ഇത്. അപ്പൊ രാവിലെ എണീറ്റപ്പോ തന്നെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്. അപ്പൊ മൂക്കൊക്കെ അടഞ്ഞ് തൊണ്ടൊക്കെ ഭയങ്കര വേദന ഉണ്ട്. അപ്പൊ ഫാദിക്ക് പിന്നെ ഞാൻ ഓൾറെഡി മൂക്കിലിറ്റിക്കണ മരുന്നൊക്കെ ആയിട്ടാട്ടോ വന്നത്. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിക്കണം. പിന്നെ ലവിലേക്ക് പോയിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അതാട്ടോ. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി ഞങ്ങള് മറ്റേ നൂഡിൽസ് എടുത്തണ്. പിന്നെ എഗ്ഗ് ബ്രെഡൊക്കെ എടുത്തണം ട്ടോ. അപ്പൊ ആദ്യം നൂഡിൽസ് ഉണ്ടാക്കി ഹോട്ട് വാട്ടർ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതിൽ തന്നെ കിട്ടുന്ന പാക്കറ്റിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് അങ്ങനെ വെക്കാം. അപ്പൊ അതിനുശേഷം നമുക്കത് കഴിക്കട്ടോ. പക്ഷെ എനിക്കെന്താന്നറിയില്ല. ഞാൻ കുറച്ച് മസാല ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാ. അപ്പൊ ഇതില് മസാല കുറവായതുകൊണ്ട് എനിക്കിത് വലിയ ലൈക്കായില്ല ട്ടോ. പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോ അത് എനിക്ക് ഇഷ്ടായിട്ടോ. ബ്രെഡ് ഓംലെറ്റിന്റെ ഉള്ളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ വീട്ടിന്ന് തന്നെ തൊലിച്ച് കഴുകി ആക്കിയിട്ടാട്ടോ ഞാന് ഈ കുപ്പിയിലിട്ട് വന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി എളുപ്പായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങള് പോവാട്ടോ. ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് കാറിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ യൂസ് ചെയ്ത വേസ്റ്റൊക്കെ ഒരു കവറിൽ കെട്ടി വെക്കുന്നുണ്ട് ട്ടോ. വേസ്റ്റ് എടുക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരും. നന്നാക്കാനും ക്ലീൻ ചെയ്യാനും ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടോ നിക്കുന്നുണ്ട് ട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വൃത്തിയാട്ടോ.
എല്ലാ സ്ഥലം നല്ല നീറ്റും ക്ലീൻ ആയിട്ടാട്ടോ ഇരിക്കണത്. അപ്പൊ ഞങ്ങള് പോകണ സമയത്ത് ഞങ്ങള് തൊട്ടടുത്ത് ടെന്റ് കെട്ടിയ ആൾക്കാര് തമിഴ് ആൾക്കാരാണ്. ഓർക്കും ഓരോ വാന് കൊണ്ടുപോയിട്ട് തള്ളി കേറ്റാട്ടോ. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ അതൊക്കെ വീഡിയോസ് എടുത്തേന്. ഇനിയിപ്പോ അടുത്തത് ഞങ്ങൾ ലവ് ലേക്കിലേക്ക് പോവാണ്. ദുബായിലെ അൽ ഖുദ്ര മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് കേട്ടോ നമ്മുടെ ലവ് ലേക്ക്. ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കും നാച്ചുറൽ ആയിട്ടാട്ടോ ഫീൽ ചെയ്യണത്. മനുഷ്യനിർമ്മിതമാണെന്ന് തോന്നത്തേ ഇല്ല. അങ്ങനെയാണ് ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്രകൃതി സ്നേഹികൾക്കും പ്രണയിതാക്കൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ലവ് ലേക്ക്. ഈ ലേക്കിൽ കണ്ടില്ലേ ഒരുപാട് മീനുകളൊക്കെ കാണാൻ പറ്റും. പല ഓറഞ്ച് കളറിലും വൈറ്റ് കളറിലും നല്ല ഭംഗിയുള്ള കുറേ മീനുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ട്ടോ. പിന്നെ ഇവിടെ മനോഹരമായ നടപ്പാതകളും ജോഗിങ് ട്രാക്കുകളും ഉണ്ട് ട്ടോ. അതുകൊണ്ട് ജോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലാട്ടോ. ലവ് ലേക്കിന്റെ പ്രധാന ആകർഷണം ഹൃദയാകൃതിയിലുള്ള 2 ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്ന രൂപത്തിലുള്ള ഈ തടാകം നിർമ്മിച്ചതാട്ടോ. അത് ആകാശത്തുനിന്ന് നോക്കിയാൽ കാണാം. അല്ലെങ്കിലോ ഗൂഗിൾ മാപ്പിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള കുറെ ഫോട്ടോസ് കാണാൻ പറ്റൂട്ടോ. ലവ് ലവ് എന്ന വാക്ക് അത് വെച്ചിട്ടാണ് ഇവിടുത്തെ കുറേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ലവ് എന്ന വാക്ക് വരുന്ന രീതിയിലാണ് ഇങ്ങനെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റൊമാൻറ്റിക് ഭാവം നൽകുന്നുണ്ട് ട്ടോ. മരുഭൂമിയുടെ നടുവിലായി പച്ചപ്പും വെള്ളക്കെട്ടും ഉള്ളതിനാൽ ഇത് ശാന്തമായൊരിടമാണ് ട്ടോ. പലതരം പക്ഷികളുടെയും അരയന്നങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ട്ടോ ഇവിടെ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് ഹൃദയത്തിൽ ആകൃതിയിലുള്ള ഫോട്ടോ ഫ്രെയിംസ് പോലത്തെ ഉണ്ട് ട്ടോ. എവിടെ നോക്കിയാലും ഹൃദയാകൃതിയിലുള്ള പല ഓരോ ആകൃതിയിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് നമുക്ക് കാണാൻ പറ്റും ട്ടോ. പിന്നെ സിറ്റിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് ട്ടോ. പിന്നെ കുടുംബത്തോടു കൂടെ സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ട്ടോ ഇത്. പിന്നെ ബാർബിക്യൂബ് ചുടാനും ഇവിടെ സ്ഥലമുണ്ട്. ഈ തടാകത്തിലല്ല, ഇതിന്റെ ഞങ്ങളൊക്കെ ടെന്റ് കെട്ടിയ ആ ഒരു ഏരിയയിൽ ട്ടോ. പിന്നെ ഇത് 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടാ ഉണ്ടാവുക. പിന്നെ ഫ്രീ എൻട്രി ആണ് ട്ടോ. അതേപോലെ തന്നെ ഈ തടാകത്തിൽ ഒന്നും തന്നെ നീന്താൻ പാടില്ല. അത് പിന്നെ അതിന്റെ അടുത്ത് കുറെ നമുക്ക് പോസ്റ്റ് കാണാൻ പറ്റും.
ലാസ്റ്റായിട്ട് ഒരു അവിൽ മലിക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ഞങ്ങളിവിടെ വിടാം ട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബായ്.